നിങ്ങൾ മനസ്സിന് ഭക്ഷണം കൊടുക്കാറുണ്ടോ? സാധാരണ വിശക്കുമ്പോൾ നമ്മൾ വയറിന് ഭക്ഷണം കൊടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും വയറിൻ്റെ വിശപ്പ് അകറ്റാൻ വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നതും ജോലി ചെയ്യുന്നതും ഒക്കെ. എന്നാൽ മനസ്സിനെ പലപ്പോഴും നമ്മൾ മറക്കാറുണ്ട്. മനസ്സ് എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിൻ്റെ ഭക്ഷണം പലപ്പോഴും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതുമായ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഭക്ഷണമായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ജാഗ്രത പുലർത്തണം. കൊടുക്കുന്ന ഭക്ഷണം നല്ലതല്ലെങ്കിൽ മനസ്സ് കേടുവരും, മനസ്സ് ചീത്തയാവും. അപ്പോൾ മനസ്സിന് കൊടുക്കേണ്ട ഭക്ഷണങ്ങൾ ഏതാവണം എന്ന് ചോദിച്ചാൽ, നല്ല ചിന്തകൾ, നല്ല ഭാവനകൾ, നല്ല കാഴ്ചപ്പാടുകൾ, നല്ല വായനകളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഭക്ഷണമായി മാറും. അതുകൊണ്ട് നമ്പർ 1 എനിക്ക് പറയാനുള്ളത്, ചെയ്യുന്ന കാര്യം മൈൻഡ്ഫുള്ളായി ചെയ്യുക എന്നുള്ളതാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ മൈൻഡ്ഫുള്ളായി മനസ്സിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ അത് മനസ്സിൻ്റെ ഭക്ഷണമായി മാറും. നമ്പർ 2, നമ്മൾ വേണ്ടാത്ത ചിന്തകൾ മനസ്സിലേക്ക് കൊടുക്കാതിരിക്കുക. ഇൻഫർമേഷൻ ഓവർലോഡ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ മറ്റു മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നെഗറ്റീവായ കാര്യങ്ങൾ. അതിൽ മനസ്സ് അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ മനസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മനസ്സിനെ നെഗറ്റീവായി ബാധിക്കും. അപ്പോൾ മനസ്സിന് കൊടുക്കുന്ന ഭക്ഷണം ആ അർത്ഥത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ ഫിൽട്ടർ ചെയ്തുകൊണ്ട് നല്ലതായ കാര്യങ്ങളെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. 3ാമത്തെ കാര്യം, ലേൺ ന്യൂ സ്കിൽസ്. പുതിയ സ്കില്ലുകൾ, പുതിയ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അത് മനസ്സിന് എപ്പോഴും നല്ല ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കും. നമ്മുടെ മനസ്സിനെ അത് വിമലീകരിക്കാൻ, ശുദ്ധീകരിക്കാൻ സഹായിക്കും. ഓർക്കുക, നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അറിയാതെ കൃഷിയിടങ്ങളിൽ കള വളർന്നു വരാറുണ്ട്. ആ കള പറിക്കുന്നത് പോലെ മനസ്സിൽ നിന്നും അശുദ്ധമായ കാര്യങ്ങളെ പറിച്ചു കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ മനസ്സ് കള കൊണ്ട് നിറയും, അശുദ്ധമായ ചിന്തകൾ കൊണ്ട് നിറയും. അത് മനസ്സിനെ മലിനപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് മനസ്സിനെ നമുക്ക് നല്ല കാര്യങ്ങൾ കൊണ്ട് മലീകരിക്കാം.